മാമാ അണ്ണാ അണ്ണാ അയ്യോ അണ്ണാ അയ്യോ അണ്ണാ അയ്യോ അണ്ണാ 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 അയ്യോ അണ്ണാ കണ്ണുറക്കണ്ണ അണ്ണാ ഞാൻ വെള്ളം എടുത്തോണ്ട് അണ്ണാ കണ്ണുറക്കണ്ണ അണ്ണാ മണിക്കൂട്ട അണ്ണാ അണ്ണാ ഓടിക്കൊണ്ട് പാടി അണ്ണാ പറ്റിപ്പോയി മക്കളെ, പറ്റിപ്പോയി. മാമനൊരു അബദ്ധം പറ്റിപ്പോയി. മാമനോട് ക്ഷമിക്കണം. ക്ഷമിക്കാം മാമ ക്ഷമിക്കാം. പോട്ട് വിഷമിക്കണ്ട. വയ്യായിക വന്ന് ആരായാലും ഇങ്ങനെ വീണ് പോകൂലേ. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പ്രശ്നം പ്രശ്നം തോന്നുന്നു. ഒരാൾക്ക് തലകറക്കം വരാൻ എന്തെങ്കിലും കാരണം വേണോ? നിസ്സാരം പറയും. അണ്ണ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലേ? സത്യത്തെ ഞാനങ്ങ് പേടിച്ചു പോയി. പേടിക്കണ്ട, അവരൊന്നും കേട്ടില്ല. എന്തോന്ന് കേട്ടില്ലെന്ന്? അതുണ്ടല്ലോ, നിങ്ങള് ഇപ്പൊ കേറി വന്നപ്പോഴേ ഞാൻ അവിടെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന. അതെന്തിനാ പിടിച്ചോണ്ടിരുന്ന? ഞാന് യവക്ക് ഞാൻ കൊറേ ജീവിതോപദേശം കൊടുത്തോണ്ടിരിക്കായിരുന്നു. പിടിച്ചോണ്ട് ജീവിതോപദേശം? അണ്ണൻ തന്നെ കയ്യിലൊക്കെ പിടിക്കുന്നത്? അത് ജീവിതോപദേശം അങ്ങനെ കൊടുക്കാൻ പറ്റും. അതായിരുന്നു മാമന്റെ സ്ഥിര ഉപദേശം ഇല്ലേ മാമനെ കൊണ്ട്. അണ്ണാ അണ്ണ എന്നെ ഒന്ന് നോക്കണം. അണ്ണാ ഇങ്ങോട്ട് നോക്കണം. അണ്ണാ എന്താ ആകെ ഒരു പരവേശവും ഒരു വിയർപ്പും ഒരു വല്ലായ്മ എല്ലാം കൂടെ. ഞാൻ നേരത്തെ നോക്കണം. നമുക്ക് ആശുപത്രി പോകാം. ഇല്ല, ആശുപത്രി പോകാനുള്ള അസുഖമൊന്നുമില്ല. എനിക്കൊന്നുമില്ല. ആ ചേച്ചിക്ക് എങ്ങനെ അറിയാം? എനിക്ക് അണ്ണനെ കുഞ്ഞുനാള് പോലെ അറിയുന്നല്ലേ. അണ്ണനെ അണ്ണ ഇവിടെ എന്തോ അങ്ങനല്ല അവള് പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതല്ല. അതായത് അവള് കുഞ്ഞുനാളായിട്ടിരിക്കുമ്പോ ഞാനും കുഞ്ഞുനാളാണല്ലോ. അങ്ങനെ അവളും ഞാനും കുഞ്ഞുനാളിലിരിക്കുന്ന കാലത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ട്. അവൾ അന്ന് ആ കുഞ്ഞുനാളിൽ ഞാനും കുഞ്ഞുനാളിൽ ഇരിക്കുന്ന സമയത്ത് അവൾ എന്നെ കുഞ്ഞുനാളിലായിട്ട് കണ്ടിട്ടുണ്ട്. അതാ അവള് കുഞ്ഞുനാളിൽ നിന്ന് അങ്ങനെ പറഞ്ഞു വന്നത്. അല്ലാതെ ഞാൻ കുഞ്ഞുനാളിൽ വരുമ്പോ അവളെങ്ങനെ കുഞ്ഞുനാളിലാവും? മാമ മൊത്തത്തിൽ ഒരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ മാമ. അതല്ലേ ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക്. ഒന്നുമില്ല, ഒരു തകരാറ് എവിടെയോ ഉണ്ട്. അങ്കളെ എനിക്ക് മനസ്സിലായി. മാമ ഇനി ഒന്നും പറയണ്ട, എനിക്ക് കാര്യം മനസ്സിലായി. ഇതേ മറ്റേ പ്രഷർ കൂടിയത്, ഹൈപ്പർ ടെൻഷൻ. ഭാഗ്യം. എന്തോന്ന് ഭാഗ്യം? അല്ല, വേറെ വലിയ വലിയ അസുഖങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞായിരുന്നു. അണ്ണ എന്തായാലും എണീര്, നമുക്ക് ആശുപത്രി പോയി ഒന്ന് സ്കാൻ ചെയ്യണം. വേണ്ട അതൊന്നും വേണ്ട. വേണ്ട നോക്കണ്ട. വേണ്ട, അത് വേണ്ട. ഞാൻ വരുന്നില്ല. എന്നാ ഒരു കാര്യം നീ പിടി. അണ്ണ എണീ, നമുക്ക് റെസ്റ്റ് എടുക്കാം. ചേച്ചി കൊടു. എന്ത്? നാരങ്ങൾ ഒപ്പിട്ട് കൊടു. കൊടുക്കാം. എല്ലാരും ഇവിടെ പിടിക്കണ്ട, നിങ്ങൾ വിട്. അല്ല, എന്നാ നീ ഇവിടെ, നിങ്ങൾ ഇവിടെ. അല്ലെ നീ ഇവിടെ പിടിച്ചു. നീ പിടിക്കണില്ലേ? നിങ്ങൾ വിട്ടേ, എവള് പിടി. എന്താ? അയ്യോ മാമ, ഞാൻ അങ്ങനെ വിടാനൊന്നും പറ്റൂല മാമ. പറഞ്ഞല്ലേ വീണാന്തി വീണ ഞാൻ ചത്തുപോയാലോ? മാമ ഇല്ലാതാവൂല മാമ. പതുക്കെ എന്തെന്ന് പറയാ എന്റെ കുഞ്ഞളിയാ, എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നതിന്റെ കൂട്ട് അസുഖമൊന്നും ഇല്ല. അസുഖമുള്ളവരെല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയണത്. അണ്ണ ഇത് കുടി മാമ. കുടി അണ്ണ, കുടി. എന്നിട്ട് റെസ്റ്റ് എടു. പാവണ്ണേ, വിറയിലൊക്കെ ഉണ്ട്. കുടിക്കണം. കുടിച്ചിട്ട് പറ്റണില്ലേ? എന്നാ ആശുപത്രി പോവാം. അണ്ണാ
കുടിക്കന്നാ കുറച്ചും കൂടെ കുടിക്കേ. അല്ല നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ അണ്ണനെ നോക്കിക്കോളാം. അത് വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കും, നിങ്ങൾ ഇവിടെ നിൽക്കണം. ചേച്ചി ഇവിടെ നിൽക്കുമല്ലേ? അതെ. ചേച്ചി നിൽക്കിയല്ലേ, അത് മതി. അല്ല അത് വേണ്ട 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 വേണ്ട. അല്ല ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അണ്ണ ഒട്ട് വയ്യെങ്കിൽ അങ്ങനെ പറയുള്ളൂ, ഇല്ലെങ്കിൽ അണ്ണ അങ്ങനെ പറയാറില്ല. അതാ വേണ്ട വേണ്ടാത്തോണ്ടാ. എല്ലായിടത്തും എന്റെ കണ്ണൊന്നും എത്തണമെന്നൊന്നുമില്ല. ചേച്ചി ഇവിടെ നില്ല്, ഞാൻ ഇവിടെ നിക്കാം. അല്ലേ നിങ്ങൾ ചെല്ല്. ശരി, റെസ്റ്റ് എടുത്തോട്ടോ. നോക്കിക്കോളണം. നോക്കിക്കോളാം, എന്റെ 2 കണ്ണും ഉണ്ടാവും എന്റെ മേലെ. അത് തോന്നി. റെഡിയായി. കുടിക്കന്ന കുടിക്കന്ന കുടിക്കേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.